അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മന്തീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ അത്യാവശ്യം 1 കിലോ അരിയും കണക്കാണ് കേട്ടോ ഇത് ഈ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതാ ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 1 കിലോ അല്ല, ഒരു ഫുള്ളായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ അരിൻ്റെ കണക്കാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലയാണത്. ക്യാപ്സിക്കം, അതേപോലെ മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പട്ട, കുരുമുളക്, മാഗി ക്യൂബ്, അതേപോലെ കുറച്ച് കളറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിന് അത്യാവശ്യം ഉപ്പുണ്ടല്ലോ. നമുക്കിതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ മണം ചിക്കന് നല്ല ഫ്ലേവർ ഉണ്ടാക്കും. ചെറിയ ജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ല കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, റെഡ് കളർ. ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ കുറച്ചധികം തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പാടെ തന്നെ ഉണ്ടാക്കുമ്പോൾ ചിക്കനൊന്നും മസാലയൊന്നും നേരെ പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ നല്ലതുപോലെ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും ഞാനിതാ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയിട്ട് ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതാ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പകുതി വെള്ളം റൈസിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് റൈസിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തെങ്കിൽ നല്ല മണം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കുറച്ച് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് ആ ചിക്കൻ്റെ വെള്ളം. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിന് കുറച്ച് കളറും ഉണ്ടാവും, അതേപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഡ്രൈ ലെമൺ എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കാക്കാം. അത്യാവശ്യം കുക്കല്ല,
നമ്മളിനി ദം ചെയ്യാൻ എടുക്കുമല്ലോ, എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഒരു പാകം. അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിൻ്റെ വേവ് നോക്കിയിട്ട് നൂറ്റിയിട്ടെടുക്കാം. റൈസ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ ഓരോ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ റൈസും കൂടി ഇട്ടിട്ട് നമ്മുടെ മന്തി ഒന്ന് ഫില്ലാക്കിയിട്ടെടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ പച്ചമുളകും മഞ്ഞൾ വെള്ളമില്ലേ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ചാർക്കോളും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ചാർക്കോളൊക്കെ പുറത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ദമ്മിൽ വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം, നല്ലതുപോലെ മിക്സാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള മന്തി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ. അതേപോലെ സിമ്പിളല്ല മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ മന്തിയെല്ലാം നല്ലതുപോലെ റൈസും എല്ലാം മിക്സാക്കിയിട്ട് ചിക്കനൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇതാ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ റൈസ് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.